അവള് കുറച്ച് പ്രിന്റ് എടുത്ത് വെക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടാ സ്കൂളിലേക്ക് പോയതേ. അവളുടെ കയ്യില് നോട്ട്സ് ഇല്ലേ? പോരാത്തതിന് ടെക്സ്റ്റ് ബുക്കും ഉണ്ടല്ലോ. പിന്നെന്തിനാ ഈ പ്രിന്റൊക്കെ എടുക്കുന്നേ? അതൊന്നും എനിക്കറിയില്ല. അവളെന്നോട് എടുത്തു വെക്കാൻ പറഞ്ഞു, ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. അയ്യോ, ഗോകുൽ സാറ് പോയോ? എന്താണ് ചായ കൊടുക്കാതെ വിട്ടയച്ചത്? കഷ്ടായിപ്പോയി. ആ, അത് സാറിന് പെട്ടെന്ന് ഓഫീസിലെത്താൻ വേണ്ടി അവിടുന്ന് ഫോൺ വന്നു, അതുകൊണ്ട് പോയതാ. സച്ചേട്ടൻ്റെ അച്ഛനെ ചതിച്ച് ഇതേ ഡോക്യുമെന്റുകൾ കൊണ്ട് അവന്തികയുടെ ജാതകം ഞാൻ തിരുത്തി എഴുതും. അവള് ചതിയിലൂടെ നെല്ലിശ്ശേരി തറവാടും സമ്പത്തുകളും ബിസിനസ്സും എല്ലാം സ്വന്തമാക്കിയതിൻ്റെ യഥാർത്ഥ രേഖകളായത്. ഇത് ആരതി വക്കീലിൻ്റെ കയ്യിലെത്തിക്കണം. എൻ്റെ സച്ചേൻ്റെ കുടുംബത്തിന് നീതി കിട്ടാൻ അതല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ ഇതിന് പിന്നിൽ ഞാനാണെന്ന് ഗോകുൽ ഒരിക്കലും അറിയരുത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത്. സ്വത്തുക്കൾ മുഴുവൻ അവന്തികയുടെ പേരിലാണെന്ന് തെളിയിക്കുന്ന രേഖകളുടെ കോപ്പിയാണ്. സേതുമാധവൻ അവന്തികയുടെ പേർക്ക് എഴുതി കൊടുത്ത പ്രമാണം, കമ്പനിയുടെ രേഖകൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കടലാസുകളും ഇതിലുണ്ട്. ഈ നിമിഷം മുതൽ ഈ നെല്ലിശ്ശേരി വീടും നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും അതുമായി ബന്ധപ്പെട്ട സകല സ്ഥാവര ജംഗമ വസ്തുക്കളും ഇപ്പോ ഈ അവന്തികയുടെ പേരിലാണ്. എന്താ ഇത്? എന്തിനാ ഈ പ്രിന്റ് എല്ലാം എടുക്കുന്നത്? അത് പിന്നെ ഗൗരിമോളുടെ കുറച്ച് നോട്ട്സാ. അവള് കുറച്ച് പ്രിന്റ് എടുത്ത് വെക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടാ സ്കൂളിലേക്ക് പോയതേ. അവളുടെ കയ്യില് നോട്ട്സ് ഇല്ലേ? പോരാത്തതിന് ടെക്സ്റ്റ് ബുക്കും ഉണ്ടല്ലോ. പിന്നെന്തിനാ ഈ പ്രിന്റൊക്കെ എടുക്കുന്നേ? അതൊന്നും എനിക്കറിയില്ല. അവളെന്നോട് എടുത്തു വെക്കാൻ പറഞ്ഞു, ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. സച്ചി, ഈ നിമിഷം വേണമെങ്കിലും ഞാൻ എന്റെ സമൃദ്ധയെ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഗോകുൽ സാറും മേഡനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
എന്താ ഏട്ടാ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ആ ഗോകുൽ സാറിനോട് ഏട്ടൻ എന്തിനാ ചൂടായിട്ട് സംസാരിച്ചത്? ഏട്ടൻ കയർത്തിട്ടും അയാൾ ഏട്ടനോട് എത്ര താഴ്മയോടെ സംസാരിച്ചത്. എന്താ ഏട്ടാ പ്രശ്നം? നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ അതിന് മറുപടിയും പറഞ്ഞു. അല്ലാതെ ഞാനിതിന് അദ്ദേഹത്തോട് വഴക്കിടുന്നേ? അങ്ങനെയല്ല, നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ. ആ, പരസ്പരം സ്നേഹമുള്ള രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നതും പരസ്പരം പ്രശ്നമുള്ള രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നതും കണ്ട തിരിച്ചറിയാനുള്ള പ്രായമൊക്കെ എനിക്കുണ്ട്. ഏട്ടൻ എന്നെ അങ്ങനെ പറഞ്ഞു പറ്റിക്കാനൊന്നും നോക്കണ്ട. സത്യം പറയട്ടാ, ഗോകുൽ സാർ എന്തിനാ വന്നേ? ഞങ്ങൾ ആരും കേൾക്കാതെ മുറ്റത്തിറങ്ങി നിന്ന് നിങ്ങൾ എന്ത് രഹസ്യവും സംസാരിച്ചേ? നീ എന്നെ ചോദ്യം ചെയ്യാണോ? എന്താടാ? നീ എന്തിനാടാ ഇവളോട് ഒച്ച വെക്കുന്നത്? വെറുതെ ആവശ്യമില്ലാത്തയും പറഞ്ഞുകൊണ്ട് ഇവളെന്തിനാ എന്റെ പിന്നാലെ വരുന്നേ? അടുക്കളയൊക്കെ വേറെ ജോലിയൊന്നുമില്ലേ? അവളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. കുറെ ദിവസമായിട്ട് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിനക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഏട്ടൻ ഞങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അമ്മേ, ആ ഗോകുൽ സാർ ഏട്ടനും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഏട്ടനോട് ചോദിച്ചതേ ഉള്ളൂ. അതിനാ ഏട്ടൻ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടത്. സമാധാനമായിട്ട് സംസാരിച്ച അദ്ദേഹത്തോട് ഏട്ടൻ ചൂടായി. ഗോകുൽ സാറിനെ പോലെ ഒരാൾ ഈ വീട്ടിൽ വന്ന് നിന്നോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതിന് തക്കതായ എന്തോ കാരണം ഉണ്ടാവും. അല്ലാതെ വെറുതെ അദ്ദേഹം ഈ വീട്ടിലോട്ട് വരത്തില്ലല്ലോ. ഞങ്ങൾ ആരും അറിയണ്ടാത്ത എന്ത് കാര്യ നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുള്ള? നിങ്ങൾക്ക് ആർക്കും എന്തോ ഞാൻ പറയുന്ന വിശ്വാസമാവുന്നില്ലേ? പോലീസുകാർ ചുറ്റും ഒന്ന് ചോദിക്കുന്ന പോലാണല്ലോ എല്ലാരും എന്നെ ചോദ്യം ചെയ്യുന്നേ. ഇങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യാൻ ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തോ? സച്ചി, നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് നിന്റെ മനസ്സിനെ നല്ലതുപോലെ ബാധിച്ചിട്ടുമുണ്ട്. മോനെ, ഞാൻ നിന്നെ പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നിന്റെ മനസ്സൊന്നും നൊന്താ, അത് ഈ അമ്മയ്ക്കറിയാം. നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യം എന്തായാലും അത് ഞങ്ങൾക്കറിയണം.